ISRO ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. വിക്ഷേപണ പരാജയങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ അല്ല അതിനൊരു കാരണം, മറിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിൽ നിന്ന് പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞർ കൂട്ടത്തോടെ വിട്ടുപോകുന്നതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100-ലധികം ശാസ്ത്രജ്ഞർ ബഹിരാകാശ ഏജൻസിയിൽ നിന്ന് രാജിവെക്കുകയോ സ്വയം വിരമിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഗഗയാൻ പോലുള്ള പ്രധാന ദൗത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെ രാജ്യം സ്വയം വിരമിക്കലും നിയന്ത്രിച്ചുകൊണ്ട് പുതിയൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ ബഹിരാകാശ വകുപ്പ് ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. പ്രതിഭാശാലികളായ ഉദ്യോഗസ്ഥരെ നിലനിർത്തേണ്ടതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തിലേക്ക് ഈ നീക്കം വിരൽ ചൂണ്ടുമ്പോൾ തന്നെ അതൊരു വലിയ ചോദ്യമായി ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദിയും ഇതിനെപ്പറ്റി റിപ്പോർട്ട് തേടാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം അജിത് ഡോവൽ അന്ന് VSSൽ എത്തിയതുപോലെ വീണ്ടും VSSലേക്ക് എത്തി എന്താണ് സംഭവമെന്ന് ചോദിച്ചറിയാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഏറ്റവും വലിയ തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ശാസ്ത്രജ്ഞർ എന്തുകൊണ്ടാണ് ISRO വിട്ടുപോകാൻ തീരുമാനിക്കുന്നത്? ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിലുണ്ടായ വമ്പിച്ച വളർച്ച മുതൽ സംഘടനാപരമായ തടസ്സങ്ങളും പ്രധാനപ്പെട്ട ദേശീയ ദൗത്യങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും വരെയുള്ള വിവിധ ഘടകങ്ങൾ ഇതിനൊരു കാരണമാണെന്ന് ISROയിലെ വിദഗ്ധരും മുതിർന്ന ഉദ്യോഗസ്ഥരും പറയുകയാണ്. ഇതിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് സജീവമായ ഒരു സ്വകാര്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയുടെ ആവിർഭാവമാണ്. 2020-ൽ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നുകൊടുത്തതു മുതൽ സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നികുൽ കോംസ്, പിക്സൽ, അതോടൊപ്പം തന്നെ ബെല്ലാട്രിക്സ് എയ്റോസ്പേസ്, ധ്രുവ് സ്പേസ്, ദിഗാന്ദ്ര തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയുടെ ബഹിരാകാശ എയ്റോസ്പേസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേഗതയിലാണ് ഈ കമ്പനികൾ കുതിക്കുന്നത്. റോക്കറ്റുകൾ, ഉപകരണങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, ബഹിരാകാശ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ISRO ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ആകർഷണം വ്യക്തമാണ്. സ്വകാര്യ കമ്പനികൾ പലപ്പോഴും മികച്ച ശമ്പളവും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഓപ്ഷനുകളും കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും വാഗ്ദാനം നൽകുന്നുണ്ട്. കൂടാതെ ആശയങ്ങൾ രൂപരേഖയിൽ നിന്ന് പ്രായോഗിക ഉത്പന്നങ്ങളിലേക്ക് അതിവേഗം മാറ്റാൻ കഴിയുന്ന ഊർജ്ജസ്വലമായ തൊഴിൽ സാഹചര്യങ്ങളും അവിടെ ലഭിക്കുന്നു. പരമ്പരാഗത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനൊപ്പം ഒരു ശാസ്ത്രജ്ഞന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നേതൃപരമായ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള അവസരവും സ്റ്റാർട്ടപ്പുകൾ നൽകുകയാണ്. മുൻകാല ISRO ഉദ്യോഗസ്ഥർ തന്നെ ഈ പ്രവണതയ്ക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ISROയിലെ വിരമിച്ചവരും മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്ന പലരും എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ദേശീയ ബഹിരാകാശ ഏജൻസിയിൽ നിന്ന് മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഇത് വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട്. ഇവരുടെ അനുഭവ സമ്പത്തും വർദ്ധിച്ചു വരുന്ന സ്വകാര്യ നിക്ഷേപങ്ങളും ചേർന്ന് ഇന്ത്യയിലെ എയ്റോസ്പേസ് എഞ്ചിനീയർമാർക്ക് മുമ്പ് ഒരിടത്തും ഇല്ലാത്ത വിധം പുതിയ തൊഴിൽ സാധ്യതകൾ രൂപം നൽകുന്നുണ്ട്. എങ്കിലും സ്വകാര്യ മേഖലയിലോടുള്ള ഈ ആകർഷണം ഇതിന്റെ ഒരു വശം മാത്രമാണ് ഇപ്പോൾ പ്രധാനമായി ശാസ്ത്രജ്ഞരെ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്.